ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായ ഒരു ജീവിത വ്യവസ്ഥിതിയാണ് നാം ഉൾക്കൊള്ളുന്ന ഈ ഭാരതമടക്കം ലോകത്തിൽ മൊത്തവും വിശുദ്ധ പ്രവാചക പ്രഭുവായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ റസൂലുള്ളാഹിയുടെ ജീവിത വ്യവസ്ഥിതിയെയും കർമ്മ പദ്ധതിയെയും ലോകം ഇസ്ലാം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ മുസ്ലിം വിഭാഗത്തിന് മാത്രമായിട്ടല്ല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിൻ്റെയും ഏറ്റവും അനുഗ്രഹീതനായിട്ടാണ് വിശുദ്ധ പ്രവാചക പ്രഭു നിയോഗം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരുണത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കഴിഞ്ഞ ദിവസം, അതായത് 7/11/2025 മണ്ണാർക്കാട് പ്രസ് ക്ലബിൽ നടന്ന ഒരു പത്രസമ്മേളനം. ആ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചില പരാമർശങ്ങളുടെ പൂർണ്ണമായ ഭാഗം മീഡിയകളിലൂടെ നമുക്ക് ലഭ്യമല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ പേര് PM സലാം മുസ്ലിയാർ മാന്നാറാണ്, സൂഫി ബോർഡിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഇദ്ദേഹം സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള കോയ കിഫ്രി തങ്ങളാണ്, സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡൻ്റാണ്. ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ അതിൻ്റെ വിശദീകരണം സംബന്ധമായിട്ടുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരക്കുകയും അതിൻ്റെ പേരിൽ വിവിധ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. നിങ്ങളോട് പറയുവാനുള്ളത്, സൂഫിസം എന്നാൽ അത് വിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഫിഅലും ഖൗലും ഹാലും സിറും അടങ്ങിയതാണ്. ഫിഅലിനെ ശരീഅത്ത് എന്നും അതേപോലെ തന്നെ അവിടുത്തെ ഖൗലിനെ ശരീഅത്ത് എന്നും ഫിഅലിനെ ത്വരീഖത്ത് എന്നും അഹ്വാലുകളെ ഹഖീഖത്ത് എന്നും അസ്റാറുകളെ മഅരിഫത്ത് എന്നും വിളിക്കപ്പെടുമ്പോൾ ആ റസൂലുള്ളാഹി തങ്ങളെ സമ്പൂർണ്ണമായി പിന്തുടരലാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ദൗത്യം, അവൻ്റെ നിർബന്ധ ഘടകം. ഈ മാർഗത്തിൽ തുടരുന്നയാളാണ് സൂഫി. അപ്പോൾ സൂഫിയുടെ ഒരു പ്രത്യേകത, മതം വെടിയുക, മനുഷ്യനാവുക എന്നത് കേവലം മതത്തിൻ്റെ മതാന്ധത വെടിഞ്ഞ് അവൻ യഥാർത്ഥ മനുഷ്യനായി തീരണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പിൻഗാമിയായി മാറണം. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സമർപ്പിച്ച ആദർശത്തെ ലോകം പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നാമം ഇസ്ലാം എന്ന പേരിലാണ്. എന്നാൽ ആ സംവിധാനം തന്നെയാണ് ലോകത്തിൽ ഏറ്റവും അത്യുത്തമമായിട്ട് നിലനിൽക്കുന്നത് എന്ന് നാം അറിയാനും മനസ്സിലാക്കാനും തയ്യാറാകണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബാദികളെയും ആ കുടുംബത്തെ പിന്തുടർന്നു വന്ന ആരിഫ്യങ്ങളെയും ഔലിയാകളെയും പിന്തുണയ്ക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അവർ സൂഫികളായിട്ടാണ് അറിയപ്പെടുക. സൂഫികൾ കേവലം ഒരു ഗ്രൂപ്പ് അല്ല, അവരെല്ലാ മനുഷ്യരെയും, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, സമുദായത്തിനകത്തുള്ള എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ വിഭാഗത്തെയും അള്ളാഹുവിൻ്റെ സാരാംശം ഉൾക്കൊണ്ട മനുഷ്യരായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തമരായ സൃഷ്ടികളായിട്ടാണ് സൂഫികൾ കാണുന്നത്. അജ്മീർ ഖാജാ ഉപ്പാവയായാലും അമ്പംകുന്ന് ബീരാൻ ഔലിയ ഉപ്പാവയായാലും മമ്പ്രം സയ്യിദ് അലവി തങ്ങളായാലും ഈ ലോകത്തിൻ്റെ മുന്നിൽ എൻ്റെ ഗുരുവര്യരായിരുന്ന ആദരണീയരായ PSK തങ്ങൾ ഉപ്പാവ കളന്തോട് അവരായാലും അവരൊക്കെയും മനുഷ്യനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ CM വലിയുള്ളാഹി അടക്കമുള്ളവർ എല്ലാവർക്കും കാരുണ്യം പകർന്നു നൽകിയവരാണ്. ആ കാരുണ്യത്തിൻ്റെ നാമമാണ് ഇവിടെ ഇസ്ലാമായി വ്യവഹരിക്കപ്പെടുന്നതും ശരീഅത്തായിട്ട് വ്യവഹരിക്കപ്പെടുന്നതും. അപ്പോൾ പത്രസമ്മേളനത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ആദർശബദ്ധരായി നിലകൊണ്ട് വിശുദ്ധമായ സൂഫി സമ്പ്രദായത്തിലുള്ള മഹാത്മാക്കളെ തന്നെ പിന്തുടരാനും, സൂഫി ബോർഡിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഗുരുവര്യൻ്റെ പിൻഗാമികളായിട്ടും ശിഷ്യന്മാരായിട്ടും നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ സൂഫി ബോർഡിൽ മെമ്പർഷിപ്പ് പോലും നൽകപ്പെടുന്നത്. ഞങ്ങളൊരു പ്രസ്ഥാനമുണ്ടാക്കി വലിയ ഒരു മുദ്രാവാക്യം മുടക്കാൻ വേണ്ടിയല്ല ഈ സംവിധാനം കൊണ്ടുവന്നത്. 2030 കൂടി സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ യഥാർത്ഥ ദൗത്യങ്ങൾ എന്താണെന്ന് ഭാരത ജനതയ്ക്ക് മനസ്സിലാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ബആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.